ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനാണെങ്കിൽ പുതിയൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. തണ്ടുകൾ കിളിപ്പിക്കുക എന്നൊരു പുതിയ ടിപ്സാണിത്. നമുക്ക് ഏത് കിളിക്കാത്ത കമ്പനിയെ കിളിപ്പിച്ച് ഏറ്റവും പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കും. നമുക്ക് ഇതുപോലുള്ള നെറ്റിൻ്റെ കപ്പ് മേടിക്കുക. ഇത് നമുക്ക് 5 രൂപ താഴെ കിട്ടുന്നൊരു കപ്പാണ്. ഇത് മാർക്കറ്റിലൊക്കെ കിട്ടാൻ അവൈലബിൾ ആണ്. എല്ലായിടത്തും കിട്ടും, ഈ കപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നടുന്നത് വിചാരിക്കും. അപ്പോൾ നടുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് നിറയ്ക്കാം, നമ്മളതിനെ ചകിരിച്ചോറ് നിറയ്ക്കാം. ഈ 2 രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തണ്ട് കിളിപ്പിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ഏത് കമ്പും കിളിപ്പിക്കാം. അത് ഇന്ന പ്ലാന്റൊന്നുമില്ല, ഏത് കമ്പും കിളിക്കുന്ന എല്ലാ തണ്ടുകളും കിളിപ്പിച്ചെടുക്കാം. ഒരു തണ്ടുകളും നമുക്ക് മിസ്സാവത്തില്ല, എല്ലാ തണ്ടുകളും കിളിച്ച് കിട്ടും. അപ്പോൾ ചകിരിച്ചോറ് നിറയ്ക്കുമ്പോഴും നമുക്ക് മണ്ണ് നിറയ്ക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ചോന്ന് പോകുമെന്ന് വിചാരിക്കും. ചോന്ന് പോകത്തില്ല. അപ്പോൾ ചോന്ന് പോകാതിരിക്കാനുള്ള സിസ്റ്റമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന രീതി നട്ടെങ്കിൽ മാത്രമേ ഇത് കിളിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പേ നമുക്ക് വീഡിയോ ആദ്യം കാണുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും ആരും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഈ പുതിയ ടിപ്സാണിത്. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. തണ്ടുകൾക്കൊക്കെ നട്ട് കിളിപ്പിച്ച് ഫെയിലായ ആർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. പല ആൾക്കാരും തണ്ട് കിളിച്ചിട്ട് കിളിക്കാതെ പോകുന്നു. പിന്നെ എടുത്ത് നടുമ്പം നമ്മൾ ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിൽ കിളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നടുമ്പം വേരുകൾ പൊട്ടിപ്പോയാൽ പിന്നെ അത് പ്ലാന്റ് പിടിച്ച് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള രീതിയൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതുപോലുള്ളൊരു കോർക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതുപോലെ നെറ്റുണ്ട്. ഇതിൻ്റെ ചെറുതാവരുത്. ഇതാണ് സൈസ് നല്ലതാണ്. നമ്മുടെ ഒരു ഡ്രേക്കകത്ത് നമുക്ക് പോകത്തക്ക രീതിയിലുള്ള ഇതുപോലെ ഇങ്ങനെ പോകത്തക്ക രീതിയിലുള്ള വലിപ്പമുള്ളതാണ് മേടിക്കേണ്ടത്. ഏറ്റവും ചെറുതാകുമ്പം നമുക്ക് അത്രയും പോരാ. തണ്ട് കിളിപ്പിക്കുമ്പോൾ വലുതായിട്ട് കിളിക്കണം. അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ ശക്തിയായിട്ട് കിളിച്ച് പൂക്കളുണ്ടാവും. ഇതിനകത്ത് തന്നെ ഇരുന്ന് പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പറഞ്ഞാൽ ഇതുപോലെ ഇത് പോട്ട് എടുത്തിട്ട് നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആട്ടും പുഴുക്ക പൊടിച്ചതാണ്. ഇത് ആട്ടും പുഴുക്ക പൊടിച്ച് നമ്മളതിനെ പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇടഞ്ഞ മണ്ണ് ഇതുപോലെ ഇടഞ്ഞെടുക്കണം. മണ്ണ് ഉണക്കി അത് രണ്ടും മിക്സ് ചെയ്ത് ആക്കിയെടുത്താണ് ഈ കാണുന്ന പോട്ട് മിക്സ്. ഈ പോട്ട് മിക്സിലാണ് നമ്മൾ പ്ലാന്റ് നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഡ്രേ ആണെങ്കിൽ ഇതിനകത്ത് താത്ത് വെക്കുക. നമ്മൾ ചകിരിപ്പൊടിക്കകത്ത് നടുന്നെങ്കിൽ നമുക്ക് ഡ്രേ ഇതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് കിളിപ്പിക്കാവുന്നതാണ്. എന്നാലും ഇതിനകത്ത് വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് റൂട്ടാവുന്നത് ഒരു 10 ദിവസങ്ങളിൽ റൂട്ടാവും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ താത്ത് വെക്കുക. അപ്പോൾ നമുക്ക് എവിടെയും കൊണ്ട് വെക്കുന്നതിനും എളുപ്പമുണ്ട്. പ്ലാന്റ് നന്ന ചരിഞ്ഞ് പോകുന്നു പേടിക്കേണ്ട ഒന്നുമില്ല. നല്ല ബലമായിട്ട് അവിടെ ഗ്ലാസ് ഇരുന്നോളും. അപ്പോൾ വേണം നമുക്ക് പിന്നെ ഈ കിളിച്ച് കഴിയുമ്പോൾ നമുക്ക് പ്ലാന്റിനെ എടുത്ത് പോട്ടിലോട്ട് നിസ്സാരമായിട്ട് അങ്ങനെ നമുക്ക് ഇതുപോലെ കിളിച്ച് കിട്ടുമ്പോൾ പ്ലാന്റിനെ എടുത്ത് ഇത് കിളിച്ചിട്ട് പ്ലാന്റാണ് എടുത്ത് അങ്ങ് നട്ടാൽ മാത്രം മതി. ശാലമ്പർ റൂട്ട് പുറത്ത് വന്നിട്ടില്ല. ഇത് പ്ലാന്റ് ശരിക്കും കിളിച്ച പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പോട്ട് മിക്സ് അങ്ങ് നിറയ്ക്കുക. ആശാനം നിറയ്ക്കുക. അതിനകത്ത് നമ്മൾ തയ്യാറാക്കിയ പോട്ട് മിക്സാണ് ഈ കാണുന്നത്. ഇതുപോലെ നിറച്ച് കംപ്ലീറ്റ് നിറയ്ക്കുക. പെട്ടെന്നാണ് റൂട്ട് വരുന്നത് ഇതിനകത്ത്. അതുകൊണ്ടൊന്ന് അമക്കി കൊടുക്കുക. അമക്കിയിട്ട് നമ്മൾ തണ്ട് കുത്തി വെച്ചാൽ മാത്രം മതി. ഇതിനകത്തോട്ട് നമ്മൾ ചരലുള്ള മണ്ണ് എടുക്കരുത്. ചരലിടുമ്പോൾ തണ്ട് കുത്തി വെക്കുമ്പോൾ തണ്ട് ചതയായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചരലില്ലാത്ത മണ്ണ്, നല്ല വശം ഇടഞ്ഞ മണ്ണ് ചേർക്കണം എന്ന് പറയുന്നത്. ശകലം ചകിരിക്കൂടെ ചേർത്താൽ നമുക്ക് പെട്ടെന്ന് നല്ലതാണ് ഇളക്കി കിട്ടാൻ. ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് കിളിപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തണ്ടാങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് താത്ത് വെച്ചാൽ മതി. ഇതുപോലെ ഒന്ന് ചെറിയൊരു ഹോൾ ചുമ്മാ വെറുതെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൊടുത്തിട്ട് ഇതിങ്ങനെ താപ്പോട്ട് താത്ത് വെച്ചിട്ട് ഇനി വലിച്ചാൽ മതി. കത്രിക കണ്ടോ, പ്ലാന്റ് നട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ താപ്പോട്ട് കത്രിക ഉണ്ടെങ്കിൽ താത്ത് കൊടുക്കുക. കത്രികയോടോ എന്തുമായാലും മതി, ഒരു കമ്പായാലും മതി. വേണ്ടോ, ഇതുണ്ട് നട്ട് കഴിഞ്ഞു. നമ്മൾ ഈ ഡ്രേയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് അഴുകി പോകത്തില്ല. പെട്ടെന്നാണ് ഈ പ്ലാന്റ് റൂട്ട് വരുന്നത്. 10 ദിവസത്തിനുള്ളിൽ ആവത്തില്ല റൂട്ട് വരാൻ. നമ്മൾ വെള്ളം വെച്ച് കൂടി ഒഴിച്ച് പോയൊന്നും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ നമ്മളൊക്കെ പ്ലാന്റ് കിളിപ്പിക്കാൻ എളുപ്പമാർഗ്ഗമാണ്. പിന്നെ ഈ പോട്ട് ചെയ്യുമ്പം ഈ നമ്മൾ പ്ലാന്റിൻ്റെ വേരുകളൊക്കെ പൊട്ടുന്നതാണ് ചിലപ്പം ഈ പ്ലാന്റ് കിളിക്കാതെ വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും ഇതിൽ നിന്ന്. ഈ കപ്പോടങ്ങ് നട്ടാൽ മതി. നമ്മൾ നടുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ച മതി. ഇതുപോലെ ഡ്രേ തന്നെ ഈ കപ്പിലെ തൈ ഇതുപോലെ നട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് നിങ്ങളും ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടിയ കമൻറ്റ് ഇടുക. നല്ല കമൻറ്റിനൊക്കെ നമ്മൾ പുറത്ത് നോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ വീഡിയോ ആദ്യം കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ കമൻറ്റ് ഇടാനും ആരും മറക്കരുത്. ഇതുപോലെ തന്നെ ഡ്രേ തന്നെ തൈകൾ വെച്ച് പിടിപ്പിച്ച് നോക്കുക.